നിങ്ങൾക്ക് ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ദിവസം ഏതാ? ശനിയും ഞായറും. ആഹാ, എത്ര സുന്ദരമായ മറുപടി. ശരി, പോട്ടെ. ഒരു വർഷത്തിൽ 12 മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 മാസം ഏതാ? ഏപ്രിൽ, മെയ്. ഒരു ദിവസത്തിൽ സ്കൂളിൽ പോകുന്ന മൺഡേ ടു ഫ്രൈഡേ ദിവസങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാന്ന് ചോദിച്ചാൽ വൈകിട്ട് 4 മണി എന്ന് പറയുന്നവരാണ് നമ്മളിൽ കൂടുതലും. നിങ്ങൾ മാത്രമല്ല, അതായിരിക്കുന്ന അച്ഛനും അമ്മയൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഇവരുൾപ്പെടെയുള്ളവരുടെ ഒരു കോമൺ തോട്ടാണ് ഇത്. ഇതെന്താ അങ്ങനെ? അതായത് നമുക്ക് പഠനം എന്ന് പറയുന്നത് എന്തോ പ്രശ്നം പിടിച്ച കാര്യവും നമുക്ക് കളി എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പഠിക്കുക, പുസ്തകം തുറക്കുക, വായിക്കുക എന്നൊക്കെ പറയും എന്തോ ഇല്ലാത്ത നമുക്കൊരു ശത്രുതയുള്ള പോലെയാണ്. കളിക്കുക, രസിക്കുക, ഉറങ്ങുക, TV കാണുക, മൊബൈൽ ഫോൺ നോക്കുക, വീഡിയോ ഗെയിം എടുക്കുക, ഇതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. ഇത് തീരുമാനിക്കപ്പെടുന്നതേ നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ ശരീരം ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ കുട്ടികളെ മനസ്സ് എന്ന ഒരു ടൂൾ ഉണ്ട്, ഒരു ഉപകരണം. ആ ടൂളാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ അബ്ദുൽ കലാം ആകണോ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള ഒരു വരുമാനം ഇല്ലാത്ത തൊഴിൽ രഹിതനായിട്ടുള്ള ഒരാളാകണോ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇനി മുതൽ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കൂ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നന്നായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യണം. നിങ്ങൾ കാറിൽ പോകുമ്പോൾ എപ്പോഴെങ്കിലും അച്ഛനും അമ്മയോ FM റേഡിയോ കാറിൽ വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ 102.8 അങ്ങനെയൊക്കെ എന്തോ ഒരു ഡിജിറ്റ് ആയിരിക്കാം ഇതിൻ്റെ ഈ നല്ല പാട്ടുകൾ കേൾക്കാവുന്ന ചില സ്റ്റേഷൻ്റെ ഒരു ഫ്രീക്വൻസി. ഈ 102.8 നിന്ന് കുറച്ച് ബാക്ക് 102.4 ആയാലും 5 ആയാലും 6 ആയാലും ഒക്കെ ഒരുതരം ഗ്രെയിൻസ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ക്ലാരിറ്റി കുറവുണ്ട്. 8 കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് 9, 10, 11, 12 ആയാലും ഗ്രെയിൻസ് ഉണ്ടാവും. പെർഫെക്റ്റ് ആയിട്ട് ഓഡിയോ കേൾക്കുന്നത് 102.8 എന്ന പെർഫെക്റ്റ് ഫ്രീക്വൻസിയിലാണ്. എന്ന പോലെ നിങ്ങൾക്കാർക്കും ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്ന ഒരു വയലിനായോ ഉണ്ട്? ഓക്കെ, ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് വയലിനാണെങ്കിൽ നമ്മളത് വായിക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ശ്രുതിയിൽ നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും നല്ല മ്യൂസിക് അതിൽ നിന്ന് വരുന്നത്, അല്ലേ? നമ്മുടെ മനസ്സിനുമുണ്ട് ആ റേഡിയോയുടെ ഫൈൻ ട്യൂണിങ് പോലെ, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫൈൻ ട്യൂണിങ് പോലെയുള്ള ഒരു ട്യൂണിങ് പോയിന്റ്. നിങ്ങളുടെ മനസ്സ് കൃത്യമായിട്ട് മെഡിറ്റേഷനിലൂടെ, വായനയിലൂടെ, പഠനത്തിലൂടെ, നല്ല പാട്ടുകൾ കേട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളിവിടുത്തെ എല്ലാ സുഗന്ധങ്ങളും അനുഭവിച്ച് മഴ നനഞ്ഞ് വെയിൽ കൊണ്ട് അതിനെ ഓരോന്നിനെയും നിങ്ങളുടെ മൈൻഡ് കൃത്യമായിട്ട് നല്ല ട്യൂൺഡായിട്ട് തിരിച്ചറിയുമ്പോൾ കുട്ടികളെ, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കണ്ണുകൾക്ക്, കാതുകൾക്ക് പഠനം എളുപ്പമായിരിക്കും, കളിക്കാൻ എളുപ്പമായിരിക്കും, ഒരു എക്സ്പീരിയൻസ് ആവും. നിങ്ങളെല്ലാവരും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ വേറെല്ലോണ്ട് ഒരു തട്ട് തട്ടും ചിലപ്പോൾ, ഇല്ലേ? എന്തിനാ? നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവിനെ, നമുക്ക് പ്രിയപ്പെട്ട വസ്തുവിനെ അല്ലെങ്കിൽ മുഖത്തെ, വ്യക്തിയെ ഷാർപ്പായിട്ട് കിട്ടാനാണ്. കുട്ടികളെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ നാളെ ഡോക്ടറോ എഞ്ചിനീയറോ വക്കീലോ പോലീസുകാരനോ പട്ടാളക്കാരനോ സിനിമാ നടനോ പാട്ടുകാരനോ പാട്ടുകാരിയോ ഡ്രൈവറോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ ഫോക്കസിനെ നിങ്ങൾ ഷാർപ്പ് ചെയ്യുന്നതിലൂടെയാണ് മറ്റ് പലതിനേക്കാൾ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമായിട്ട് നിങ്ങളുടെ എയിം നിങ്ങളുടെ ലൈഫിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. പാരൻസിനോടും പറയുന്നത്, കുട്ടികളുടെ മൈൻഡിനെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മനസ്സാക്കി രൂപപ്പെടുത്തുവാൻ പല രക്ഷിതാക്കൾക്കും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇല്ല എന്ന് ഞാൻ പറയില്ല. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കുട്ടികളുടെ ശരീരം, വസ്ത്രം, സൗന്ദര്യം, അവരുടെ ആഭരണം ഇതിനെ അലങ്കരിച്ച് നിർത്തുന്നതിലാണ്. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. അതിനുള്ളിലുള്ള ഇവരുടെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു? ഇവർ മൊബൈൽ ഫോൺ എടുത്താൽ ഇവരെന്തൊക്കെയാണ് നോക്കുന്നത്? ഇവർക്ക് എന്താണ് ഗെയിം അഡിക്ഷൻ ഇത്രയും വരുന്നത്? അത്ര പോലും താല്പര്യം ഒരു അമർ ചിത്രകഥ, ഒരു പുസ്തകം എടുത്ത് വായിക്കാനോ ഒരു വിഷയം പഠിക്കാനോ എന്താ ഇല്ലാത്തത്? അപ്പോൾ അവരുടെ മനസ്സിൽ എവിടെയൊക്കെയോ പൊടി പടലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. ചിലപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ ഒരുതരം അറഗൻസ്, അനുസരണയില്ലായ്മ, ക്ഷമയില്ലായ്മ, ക്ഷീണിച്ചു പോവുക, പെട്ടെന്ന് ഉറങ്ങിപ്പോവുക, തളർന്നു പോവുക, ഒന്നിനോടൊരു താല്പര്യമില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോക്കസ്, ഷാർപ്നെസ് ഇല്ല. അവരിങ്ങനെ ഒരു ഒഴുക്കിനൊപ്പം നീന്തിപ്പോകുന്നത് തടിക്കഷ്ണം പോലെ നമ്മുടെ കുട്ടികൾ പോരാ. നമ്മുടെ ചുറ്റും നോക്കിയാൽ ചില കുട്ടികളിൽ നമുക്കത് കാണാൻ പറ്റും. നല്ല ഷാർപ്പ് ഫോക്കസ് ഉള്ള, കൃത്യമായി ലക്ഷ്യബോധമുള്ള കുട്ടികളെ നമുക്ക് സമൂഹത്തിൽ ചില വിദ്യാലയങ്ങൾ, അവരാണ് ടോപ്പ് മാർക്ക് വാങ്ങിക്കുന്നത്, അവരാണ് കലാമത്സരങ്ങളിൽ മികവ് കാണിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് അതിന് പറ്റാത്തത് നമ്മുടെയോ കുട്ടികളുടെയോ കഴിവുകേട് കൊണ്ടല്ല, നമ്മുടെ ഷാർപ്നെസ്സിൻ്റെ പ്രശ്നമാണ്.
അവരുടെ മനസ്സിനെയും അവരുടെ ഇൻ്റലക്ട് അഥവാ ബുദ്ധി വിവേകത്തെയും കൃത്യമായി പോളിഷ് ചെയ്തുകൊണ്ട് ബോഡി മൈൻഡ് ഇൻ്റലക്ട് മൂന്നിൻ്റെയും കൃത്യമായിട്ടുള്ള ഫൈൻ ട്യൂണിങ്ങിലൂടെ നമുക്ക് ഇവരൊക്കെ വേണമെങ്കിൽ ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റീസ് ആക്കി മാറ്റാം. നിങ്ങളുടെയൊക്കെ സ്വപ്നമല്ലേ നമ്മുടെ മക്കൾ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളും ലോകമറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള വഴിയുണ്ട്. ഞാനിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന പല സെഷൻസ് ഉണ്ട്. മൈൻഡ് ഇറ്റ് എന്ന പേരിൽ ഞാൻ ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പല വർക്ക്ഷോപ്പ് സെഷൻസ് ഉണ്ട്. കുട്ടികളെ കലാപരമായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഷൂട്ടുകൾ, എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല പ്രൊജക്റ്റുകൾ, അതിലൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ പലതരത്തിൽ പങ്കെടുപ്പിക്കാവുന്ന വഴികളൊക്കെ നോക്കാം.